കിഡ്നിയുടെ അവിടെ ഒരു ചെറിയ മുഴ പോലെ വന്നായിരുന്നു. അവിടെ സ്റ്റോൺസ് ഒരുപാട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാൻസറിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല നമുക്ക്. ഫൈനൽ സ്റ്റേജിലാണ്. ഇതിനു മേലെ ഒരു കാര്യങ്ങളും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. കീമോ കൊടുക്കുന്തോറും അദ്ദേഹത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ആഹാരമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവർക്ക് ക്യാൻസറിനെ പറ്റി നന്നായിട്ട് അറിയാം. ഇതുമൂലം ഇവർ ഒരുപാട് കഷ്ടപ്പാടും ദുഃഖവും ഒക്കെ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ക്യാൻസർ വന്ന സമയത്ത് ഇവർക്കുണ്ടായ സിംറ്റംസിനെ പറ്റിയും കൂടാതെ ഈ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. സാറിന്റെ പേര്? എന്റെ പേര് ശ്രീനിവാസൻ. വയസ്സ് എത്രേ? ഏതാണ്ട് 56. സാർ എവിടെ നിന്നാ വരുന്നത്? സിദ്ദിപ്പേട്ടയിൽ നിന്ന് വരുന്ന. ഓക്കെ എനിക്കിപ്പോ 56 വയസ്സായി. ഓക്കെ സാർ. സാറിന് എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? കിഡ്നിയുടെ അവിടെ ഒരു ചെറിയ മുഴ പോലെ വന്നായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ അവിടെ സ്റ്റോൺസ് ഒരുപാട് വന്നെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് സ്റ്റോൺസ് ഒക്കെ എടുത്ത് കളഞ്ഞു. സ്റ്റോൺസ് എടുത്ത് കളഞ്ഞതിന് ശേഷം പെയിൻ ഉണ്ടായിരുന്നില്ല. പെയിൻ നന്നായി കുറഞ്ഞായിരുന്നു. പെയിൻ നന്നായി കുറഞ്ഞതിന് ശേഷം ഒരു ഓയിൽ പോലെ എന്തോ തന്നിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതിനുശേഷം നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നായിരുന്നു. അതിനുശേഷം പെറ്റ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കിഡ്നിയിൽ ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞു. അതും 4th സ്റ്റേജിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാൻസറിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല നമുക്ക്. ഫൈനൽ സ്റ്റേജിലാണ്. ഇതിനു മേലെ ഒരു കാര്യങ്ങളും ചെയ്യാനില്ല എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം കീമോയൊക്കെ കൊടുത്തപ്പോൾ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. ആദ്യം ഒരു 3 സൈക്കിളായിട്ട് കൊടുത്തു. നെക്സ്റ്റ് സൈക്കിൾ കൊടുത്തപ്പോഴും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ വരയ്ക്കും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 20 കീമോയോളം എടുത്തായിരുന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അപ്പോ? ആ സമയത്ത് മൊത്തത്തിൽ വീക്കായി പോയി. മുന്നേ ഉണ്ടായിരുന്ന ആളെ ആയിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു. കീമോ കൊടുക്കുന്തോറും അദ്ദേഹത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ആഹാരമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് എനിക്കൊരു വേദന പോലെയൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിനു മുൻപ് എനിക്ക് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, വളരെ സുഖമായിരുന്നു. എന്നാൽ ഹാർട്ടിനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയപ്പോൾ ആശുപത്രിയിലേക്ക് പോയി. അവര് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഏതാണ്ട് ഇവിടെയായിട്ട് ഒരു വേദന ഉണ്ട്, ഇങ്ങനെ സൂചി കൊണ്ട് മെല്ലെ കുത്തുന്നത് പോലുള്ളൊരു വേദന. പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ വലത്തെ സൈഡിലെ കിഡ്നിയിൽ ഒരു 20ഓളം കല്ലുകളുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞു. 20, 22 അതും വലിയ ഒരു സൈസിലുള്ള കല്ലുകളാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ കുറച്ച് മുഴയും വന്നായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരു സംശയം പോലെ തോന്നിയത്. ഓക്കെ, ഇത് ക്യാൻസർ ആണെന്ന് എങ്ങനെയാ മനസ്സിലായത്? ക്യാൻസറിനെ പറ്റി അറിയാമായിരുന്നു സാറിന്? ഇല്ല. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല, ക്യാൻസർ? ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല. നിങ്ങളുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഒരുപാട് സ്പൈസി ഫുഡ് കഴിക്കോ സാറ്? സമയത്തൊക്കെ ഫുഡ് കഴിക്കാറുണ്ടോ? എരിവില്ലാതെ ഞാൻ കഴിക്കേയില്ല. നോൺ വെജ് കഴിക്കാറുണ്ട്. നന്നായിട്ട് കഴിക്കാറുണ്ട്. പിന്നെ പുക വലിക്കുമായിരുന്നു ഞാൻ. പിന്നെ അങ്ങനെയുള്ള ലഹരികളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം 10 വർഷം മുമ്പ് നിർത്തി. ഡോക്ടേഴ്സ് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തുകൊണ്ടാ ഇത് വരാനുള്ള കാരണം എന്നൊക്കെ എന്തെങ്കിലും? ഭക്ഷണത്തിൽ നിന്നാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് അറിയില്ലല്ലേ? സാർ, ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഏകദേശം പറയുകയാണെങ്കിൽ പുറത്തെ ട്രീറ്റ്മെന്റും ഇവിടത്തെ എല്ലാം കൂടി ഒരു 10 മാസം ആയിട്ടുണ്ടാകും. ഓക്കെ സാർ, സാറിന് കീമോ അല്ലാതെ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്? ഇത് കഴിഞ്ഞിട്ട് ക്യാൻസറിന് എന്തെങ്കിലും കുറവ് തോന്നിയിട്ടുണ്ടോ? സ്റ്റാർട്ടിങ്ങില് ഒരു 6 കീമോ ഒക്കെ കൊടുത്തപ്പോ കുറച്ചൊക്കെ റിലീഫ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിനുശേഷം വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഓക്കെ, ശരി സർ. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? എങ്ങനെയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്? യൂട്യൂബിൽ കണ്ടത്. യൂട്യൂബ് വഴിയാണല്ലേ? ഓക്കെ. എല്ലാം സെർച്ച് ചെയ്തായിരുന്നു. ആയുർവേദ മെഡിസിൻസ് ഒക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെയാണ് ആയുർവേദ മെഡിസിൻസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. അതെ, ഒരുപാട് പേർക്ക് നല്ല മാറ്റമുണ്ട്. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുണ്ടല്ലോ, അദ്ദേഹം 6 months ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നല്ല മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആണല്ലേ? ഓക്കെ. അവര് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? അത് അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ, ഇപ്പൊ നിന്റെ അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ഉണ്ടായിരുന്നത്. ഇപ്പൊ നല്ല മാറ്റമുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ സർ, നല്ല റിസൾട്ടോടു കൂടി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സർ.